ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോർജ് ജോസഫ്. എന്നെ KJ ജോർജ് എന്നും അറിയപ്പെടും. ഷോർട്ടിൽ പറയുന്നത് കൂടുതലും ഇതുകൊണ്ട് ഇതെല്ലാം ഇതിലാണ് എൻ്റെ പേര് എല്ലാം അറിയപ്പെടുന്നത്. ഇന്നത്തെ നമ്മുടെ ഒരു സബ്ജക്റ്റ് ഞാൻ പല പ്രാവശ്യം ഉദ്ദേശിച്ചാണ് ഇതിനെപ്പറ്റി യൂട്യൂബിലോ അല്ലെങ്കിൽ ഒന്നിലും ഇടണമെന്ന്. പക്ഷേ എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് ചാൻസ് കിട്ടിക്കൊണ്ട് ഇതിനെപ്പറ്റി ഞാൻ പറയുകയാണ്. അതായത് നമ്മളെല്ലാം ഒരു ഈശ്വരൻ സൃഷ്ടിച്ചാണെന്നാണല്ലോ നമ്മുടെ വിശ്വാസം. ആ വിശ്വാസപ്രകാരം നമ്മൾ മനുഷ്യനാണ് ദൈവം മുഖ്യ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അവന് ബുദ്ധിയും കൗശലവും എന്തിനും മൃഗങ്ങളെക്കാൾ മേന്മയായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ മൃഗങ്ങൾക്കാണ് ഇപ്പോൾ കൂടുതൽ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. നമ്മൾ മനുഷ്യർക്ക് കൂടുതൽ ഇത് സ്ഥാനം കൊടുക്കേണ്ടത് അവിടെ കുറച്ചിട്ട് മൃഗങ്ങൾക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അത് ഭരണകർത്താക്കൾക്ക് മനസ്സിലാകുന്നുള്ളൂ. അതിനെപ്പറ്റി വിവരിച്ച് അവരാരും പറയുന്നുമില്ല. പഴയ ആ വിശ്വാസപ്രകാരം നമ്മൾ ഈ മൃഗങ്ങളെയെല്ലാം നമ്മളാണ് നയിക്കുന്നത്. ഇപ്പോൾ സർക്കസ് കമ്പനിയിലായാലും ഈ കാഴ്ച ബംഗ്ലാവിലായാലും ഇവിടെ എല്ലാം ആ മൃഗങ്ങളെ ശരിയായ രീതിയിൽ വളർത്താനും അവരെ ഓരോന്ന് പഠിപ്പിച്ച് കൊണ്ടുവരുവാണ്. അത് മനുഷ്യരാണ് അതിന് ട്രെയിനിങ് കൊടുക്കുന്നത്. മൃഗങ്ങൾ മനുഷ്യന് ഒരിക്കലും ട്രെയിനിങ് കൊടുക്കുന്നില്ല. പിന്നെ മൃഗങ്ങളെ നമ്മളും ഒരു ദൈവസൃഷ്ടിയാണ് മൃഗങ്ങൾ. പക്ഷേ അതിനെ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. ദൈവം സൃഷ്ടിച്ച ഒരു ജീവനാണത്. അതിനെ നമ്മൾ കൊന്നുകളയാൻ പാടില്ല. പക്ഷേ അതിന് നമ്മൾ വേണ്ടുന്ന രീതിയിൽ അത് ഉപദ്രവകാരിയായി വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അന്നത്തെ ഭരണാധികാരികളും സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരും എല്ലാം ഇതിനെപ്പറ്റി ആലോചിച്ച് അതിന് വേണ്ടുന്ന നടപടികൾ എടുത്ത് ഇതിന് എന്തെല്ലാം മനുഷ്യനെ അങ്ങേയറ്റം ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. രണ്ടാം സ്ഥാനം മനുഷ്യന് കൊടുക്കാൻ പറ്റുകയില്ല. എപ്പോഴും രണ്ടാം സ്ഥാനം മൃഗത്തിനാണ്. അപ്പോൾ ആ സ്ഥാനം നമ്മൾ അത് കാത്തു കൂട്ടണം. അതായത് ഭരണാധികാരികളായാലും അറിവുള്ള ആൾക്കാരായാലും പഠിപ്പിക്കുന്നവരായാലും കോളേജിൽ അധ്യാപകരായാലും ഇതിന് മുഖ്യസ്ഥാനം മൃഗങ്ങൾക്കല്ല കൊടുക്കേണ്ടത്, മനുഷ്യനാണ് കൊടുക്കേണ്ടത്. സപ്പോസ് ഒരു ആന കാട്ടിൽ ജീവിക്കുന്നതാണ്. അത് നാട്ടിലേക്ക് വരികയാണ്. നാട്ടിൽ വന്ന് ഈ മനുഷ്യൻ കഷ്ടപ്പെട്ട് അവൻ കൃഷിയെല്ലാം ചെയ്ത് എല്ലാ കൃഷികളും നല്ല രീതിയിൽ പോകുന്നവന് അതിൻ്റെ ഫലങ്ങൾ ആസ്വദിക്കുന്നു. അതായത് രാത്രി ഈ ആന അകത്ത് കയറിയിട്ട് ഇത് മുഴുവനും നശിപ്പിച്ച് കളയണം. അത് ഒരു മനുഷ്യനാണത് ചെയ്തതെങ്കിൽ അതിന് നിയമപ്രകാരം നമുക്ക് ആ മനുഷ്യൻ്റെ പേരിൽ വിധി കൽപ്പിക്കാൻ പറ്റും. പക്ഷെ ഈ മൃഗങ്ങൾക്ക് നമുക്ക് സ്ഥാനം കൊടുക്കാൻ പറ്റില്ല. അപ്പം അവരെ ഒരു കൂട്ടിലിട്ട് വളർത്തണം. അതിന് വേണ്ട ആഹാരങ്ങൾ മനുഷ്യന് കൊടുക്കണം. അതിനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കാനുള്ള ഇത് കൊടുക്കാൻ പാടില്ല. അവൻ്റെ നേട്ടങ്ങളെല്ലാം കാട്ടിലായിരിക്കും. പക്ഷെ കാട്ടിൽ നിന്ന് അവൻ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന് തോന്നിയ പോലെ അല്ല പ്രവർത്തിക്കുന്നത്. ഇപ്പം ആന മാത്രമല്ല, സിംഹമായാലും കടുവ ആയാലും പുലിയായാലും എന്തിന് നമ്മൾ വളർത്തുന്ന നായ്ക്കളാണേലും ചില സമയത്ത് മനുഷ്യനെ തിരിഞ്ഞിരിക്കും. നമ്മൾ ആഹാരമെല്ലാം കൊടുക്കുന്നതാണ്. പക്ഷേ നമുക്കൊരു അധികാരം അവൻ്റെ പേരിൽ അവനെ അടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവനെ ദേഷ്യപ്പെട്ട് അവൻ മുറിവുറുക്കും നമ്മളോട്, ഇല്ലേ? ആ സ്വാഭാവികമായിട്ട് അവൻ്റെ ആ മുറിവുറുപ്പ് കാണുമ്പം നമുക്ക് തന്നെ ഒരു ഭയം വരും പട്ടിയുടെ മേലെ. അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള മൃഗങ്ങളും ചെയ്യുന്നു. അപ്പോൾ അതിന് ശരിയായിട്ട് ട്രെയിനിങ് ചെയ്ത മനുഷ്യരുണ്ട്. ഈ പട്ടികളെ ആയാലും മൃഗങ്ങളെ ആയാലും
അവർ ശരിയായ ശാസനകൾ കൊടുത്ത് അതിനെ പ്രവർത്തിക്കുന്നത്. അത് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഈ നമ്മുടെ സർക്കസ് കമ്പനിയിൽ നോക്ക്, സിംഹത്തിൻ്റെ വായിൽ കൊണ്ട് അവൻ തല വെച്ച് കൊടുക്കുന്നുണ്ട്. ട്രെയിൻ ചെയ്യുന്ന മനുഷ്യൻ ആ സിംഹത്തിൻ്റെ വായിൽ വരേക്കും പക്ഷേ അവനെ അതുപോലെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവനത് ഉപദ്രവിക്കുകയല്ല നമ്മളെ. പക്ഷേ അവൻ എപ്പോഴാണ് ഉപദ്രവിക്കുന്നത്? അവനെ നമ്മൾ ഉപദ്രവിക്കുന്നു. അതായത് അവർക്ക് വീണ്ടും വിചാരമില്ല. അവന് ഒരു ദ്രോഹം അല്ലെങ്കിൽ ഉപദ്രവം. ഇപ്പം തന്നെ നമ്മൾ എക്സാമ്പിൾ എടുക്കുക, പാമ്പ്. നമ്മളറിയുന്നില്ല പാമ്പ് വഴി കൂടെ ഇഴഞ്ഞു പോകുന്നു. നമ്മൾ നോക്കാതെ കയറി അതിനെ ചവിട്ടി. അത് പാമ്പിൻ്റെ വിചാരം എന്താ? അവനെ ഉപദ്രവിക്കുകയാണ്. പാമ്പ് ഉടനെ നമ്മളെ കടിച്ചത് നമ്മൾ പ്രശ്നങ്ങളാകുന്നു എന്ന് പറഞ്ഞ പോലെ മറ്റുള്ള മൃഗങ്ങളും. അപ്പോൾ ഇതിന് ശരിയായ ഒരു പോംവഴി നമുക്ക് ഈ മൃഗങ്ങളെ നമുക്ക് ആവശ്യമാണ്. അവർ ഒരു ദൈവ സൃഷ്ടിയാണ്. അവനും ജീവനുണ്ട്. അവൻ്റെ ജീവനെ നമ്മൾ നശിപ്പിച്ച് കളയാൻ പാടില്ല എന്നുള്ള ആഗ്രഹം നമുക്കുള്ളതുകൊണ്ട് അതിനെയും വളർത്തിക്കൊണ്ട് പോകണം. അപ്പോൾ അതിന് എന്തേലും ഈ നമ്മുടെ ഭരണകർത്താക്കളോ അല്ലെങ്കിൽ അറിവുള്ള എല്ലാവരും ചേർന്നിട്ട് ഇതിനെപ്പറ്റി ഇരുന്ന് ആലോചിച്ച് ഈ മൃഗങ്ങളെ വളർത്തണം. അല്ലാതെ അതിനെ ഈ നമ്മൾ ശ്രദ്ധിക്കാതെ അതിനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ നാട്ടിലോട്ട് കയറി വന്നിട്ട് കൃഷികളും വീടുകളും എല്ലാം മനുഷ്യനെ ഉപദ്രവിക്കും, ചവിട്ടിക്കൊല്ലും എന്നും ദിവസവും നമ്മൾ പേപ്പറുകളിൽ വായിക്കുന്ന. ആന കയറി വന്ന് മനുഷ്യനെ ചവിട്ടിക്കൊല്ലുന്നു. അവനറിയത്തില്ല എന്തിനാണ് നിന്ന്. അപ്പം ഇതിനെ നമ്മൾ എന്താണ് ഒരു എല്ലാ മനുഷ്യരെയും ബോധവൽക്കരിച്ച് ഈ മൃഗങ്ങളെയും നമ്മുടെ സഹവാസികളായിട്ട് ജീവിച്ചു പോകാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കണം. അത് ഇപ്പോൾ ഇതിനെപ്പറ്റി പഠിക്കുന്നവരുണ്ടല്ലോ, അവരായിട്ടത് സർക്കാരും നമ്മുടെ ഭരണകർത്താക്കളെല്ലാം ചേർന്നിട്ട് ഇതിനൊരു പോംവഴി കണ്ടുപിടിച്ച് മൃഗങ്ങളെയും നമ്മുടെ കൂടെ തന്നെ ജീവിക്കണം. നമ്മുടെ കൂടെ അല്ല, അവനെ കൂട്ടിലിട്ട് തന്നെ വളർത്തണം. അതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ നമുക്ക് അവനും ഒരു എക്സസൈസ് ചെയ്യണമല്ലോ. ഈ നായ്ക്കളൊക്കെ ഓടുന്നു, അവർ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ അവർ എക്സസൈസാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരുടെ ആയുസ്, ചെറിയ ജീവിയാണെങ്കിലും നല്ല ആയുസ് കിട്ടുന്നത്. മൃഗങ്ങളായാലും അത് തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രത്യേകമായിട്ട് ഒരു ആഗ്രഹം, ഇങ്ങനെ ഇന്നത്തെ നമ്മുടെ സർക്കാരും അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും അല്ല ഇതിന് മുൻകൈ എടുത്ത് ഇതിനൊരു പോംവഴി കണ്ടുപിടിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.